ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ നയിക്കുന്ന ദീപമാണ് ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഉള്ളടക്ക സൃഷ്ടിയുടെ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാകും വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യരംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ മൻ കി ബാത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി. ആയുഷ്മാൻ പദ്ധതി ക്യാൻസർ ചികിത്സയിലെ സാമ്പത്തിക ബാധ്യതകൾ കുറച്ചുവെന്നും ശ്രീ മോദി. കേരളവുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്ന് പടിയിറങ്ങുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ സംസ്ഥാനത്തെത്തും. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 333 റൺ ലീഡ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നയിക്കുന്ന ദീപമാണ് ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 117ാം പതിപ്പിലൂടെ രാജ്യത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 26-ന് ഭരണഘടന 75 വർഷം പൂർത്തിയാക്കുകയാണ്. ഭരണഘടനയുടെ പൈതൃകവുമായി പൌരന്മാരെ ബന്ധിപ്പിക്കുന്നതിന് constitution75.com എന്ന പേരിൽ ഒരു പ്രത്യേക വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നാനാത്വത്തിൽ ഏകത്വത്തിന്റെ പ്രതീകമാണ് പ്രയാഗ്രാജിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേളയെന്നും കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ഐക്യത്തിന്റെ പ്രതിജ്ഞ സ്വാംശീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇത്തവണ പ്രയാഗ്രാജിൽ ഡിജിറ്റൽ മഹാകുംഭമേളയ്ക്ക് ഭക്തർ സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. डिजिटल नेविगेशन की मदद से आपको अलग अलग घाट, मंदिर, साधुओं के अखाड़ों तक पहुंचने का रास्ता मिलेगा. यही नेविगेशन सिस्टम आपको पार्किंग तक पहुंचने में भी मदद करेगा. पहली बार कुंभ आयोजन में AI चैटबॉट का प्रयोग होगा. AI चैटबॉट के माध्यम से 11 भारतीय भाषाओं में कुंभ से जुड़ी हर तरह की जानकारी हासिल की जा सकेगी. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം ആദരിക്കപ്പെടുന്നത് അഭിമാനകരമാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ തമിഴ് ഭാഷ പഠിക്കുന്ന ആളുകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം അവസാനം ഫിജിയിൽ ഇന്ത്യയുടെ സഹായത്തോടെ തമിഴ് പഠിപ്പിക്കുന്ന പരിപാടി ആരംഭിച്ചത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ ഫിറ്റ്നസ് ദിനചര്യയുടെ ഭാഗമാക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ ബസ്തർ ഒളിമ്പിക്സ് എന്ന പേരിൽ നടന്ന കായികമേളയിലെ മികച്ച പങ്കാളിത്തം അദ്ദേഹം പ്രതിപാദിച്ചു. ഒരു കാലത്ത് മാവോയിസ്റ്റ് ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ച പ്രദേശത്താണ് ഇത് സംഭവിച്ചതെന്നും യുവജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ് ഇതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. പ്രാദേശിക കായിക പ്രതിഭകൾക്ക് വളരാനുള്ള അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. രാജ്യത്തിന്റെ സർഗാത്മക വ്യവസായത്തിന്റെ സാധ്യതകൾ പ്രകടമാക്കുന്നതാണ് ആനിമേഷൻ സിനിമകളുടെയും സാധാരണ സിനിമകളുടെയും TV സീരിയലുകളുടെയും ജനപ്രീതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സർഗാത്മക വ്യവസായം സമ്പദ് വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2024-ൽ രാജ് കപൂർ, മുഹമ്മദ് റഫി, അക്കിനേനി നാഗേശ്വര റാവു, തപൻ സിൻഹ തുടങ്ങി സിനിമാ മേഖലയിലെ പല മഹാരഥന്മാരുടെയും 100ാം ജന്മവാർഷികം ആഘോഷിക്കുകയാണെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ഭാരതത്തിന്റെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി ലോകത്തെ മാധ്യമ, വിനോദ, വ്യവസായ രംഗത്തെ പ്രമുഖരും സർഗാത്മക വ്യവസായത്തിലെ പ്രതിഭാശാലികളും രാജ്യത്തെത്തും. ആഗോള ഉള്ളടക്ക നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി ഭാരതത്തെ മാറ്റുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാകും വേവ്സ് ഉച്ചകോടിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. जब हम $5 ट्रिलियन इकोनॉमी की ओर बढ़ रहे हैं, तब हमारी क्रिएटर इकोनॉमी एक नई एनर्जी ला रही है. मैं भारत की पूरी एंटरटेनमेंट और क्रिएटिव इंडस्ट्री से आग्रह करूंगा, चाहे आप यंग क्रिएटर हो या एस्टेब्लिश्ड आर्टिस्ट, बॉलीवुड से जुड़े हो या रीजनल सिनेमा से, टीवी इंडस्ट्री के प्रोफेशनल हो या एनिमेशन के एक्सपर्ट, गेमिंग से जुड़े हो या एंटरटेनमेंट टेक्नोलॉजी के इनोवेटर, आप सभी वेव समिट का हिस्सा बने. ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച 2 സുപ്രധാന നാഴികക്കല്ലുകൾ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് 2015-നും 2023-നും ഇടയിൽ മലേറിയ കേസുകളുടെ എണ്ണത്തിലും തുടർന്നുള്ള മരണത്തിലും 80% കുറവുണ്ടായി. ജനപങ്കാളിത്തത്തോടെയാണ് ഈ വിജയം നേടിയത്. ലോക പ്രശസ്ത മെഡിക്കൽ ജേണലായ ലാൻസെറ്റിന്റെ പഠനപ്രകാരം രാജ്യത്ത് കൃത്യസമയത്ത് ക്യാൻസർ ചികിത്സ ആരംഭിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിച്ചു. ആയുഷ്മാൻ ഭാരത് പദ്ധതി ക്യാൻസർ ചികിത്സയിലെ സാമ്പത്തിക ബാധ്യതകൾ കുറച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
इस योजना की वजह से कैंसर के 90% मरीज समय पर अपना इलाज शुरू करा पाए। ऐसा इसलिए हुआ है क्योंकि पहले पैसे के अभाव में गरीब मरीज कैंसर की जांच में उसके इलाज से कतराते थे। अब आयुष्मान भारत योजना उनके लिए बड़ा संबल बनी है। अब वो आगे बढ़कर अपना इलाज कराने के लिए आ रहे हैं। आयुष्मान भारत योजना ने कैंसर के इलाज में आने वाली पैसों की परेशानी को काफी हद तक कम किया है। തങ്ങളുടെ പ്രദേശങ്ങളിലെ കർഷക ഉൽപാദക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒഡീഷയിലെ കാലാഹാണ്ടിയിലെ ഒരു സംഘടനയുടെ വിജയകഥ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കായികരംഗം, ശാസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും രാജ്യം പുതിയ ഉയരങ്ങൾ തൊടുകയാണ്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആവേശം ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ജനപങ്കാളിത്തം സഹായിച്ചുവെന്നും ഇത് വർദ്ധിപ്പിക്കുന്നതിനുള്ള വേദിയായി മൻ കി ബാത്ത് പരിപാടി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് പുതുവത്സരാശംസകളും പ്രധാനമന്ത്രി നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിലേക്ക് നിയോഗിക്കപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മറ്റുദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. കേരളവുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്ന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കും. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ജനുവരി 2-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ 10 ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേകം കൌണ്ടർ ക്രമീകരിക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പെയ്ഡെക്സ് നാളെ വിക്ഷേപിക്കും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പെയ്ഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക. നാളെ രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. സ്പെയ്ഡെക്സ് പരീക്ഷണം വിജയമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സംവിധാനമുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 333 റൺ ലീഡ്. നിലവിൽ 2ാം ഇന്നിംഗ്സിൽ ഓസീസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺ എന്ന നിലയിലാണ്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ 1-1 എന്ന നിലയിലാണ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് ജംഷഡ്പൂരിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് നസിയെ പരാജയപ്പെടുത്തിയിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ബംഗാൾ സർവീസസിനെയും രാത്രി 7:30-ന് കേരളം മണിപ്പൂരിനെയും നേരിടും. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 96ആയി. വിമാന ജീവനക്കാരായ 2 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക അഗ്നിസേനാ വിഭാഗം അറിയിച്ചു. ഇവരുടെ നില ഗുരുതരമാണ്. മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ ബോയിംഗ് വിമാനം സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു കയറിയതാണ് അപകട കാരണം. ജെയ്ജു എയർ ബോയിംഗ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ജീവനക്കാർ ഉൾപ്പെടെ 181 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഉത്തരേന്ത്യയിൽ ഇന്നു മുതൽ ശീതതരംഗ സാധ്യതാ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാകാൻ സാധ്യതയുണ്ടെന്നും ജനുവരി 1 മുതൽ 6 വരെ പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിലേക്ക് ശീതതരംഗം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ ശീതതരംഗം തുടരുന്നു. നഗരത്തിന്റെ പല ഭാഗത്തും കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ നയിക്കുന്ന ദീപമാണ് ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഉള്ളടക്ക സൃഷ്ടിയുടെ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള പ്രധാന ചുവടുവയ്പാകും വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യരംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ മൻ കി ബാത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി. ആയുഷ്മാൻ പദ്ധതി ക്യാൻസർ ചികിത്സയിലെ സാമ്പത്തിക ബാധ്യതകൾ കുറച്ചുവെന്നും ശ്രീ മോദി. കേരളവുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്ന് പടിയിറങ്ങുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ സംസ്ഥാനത്തെത്തും. ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 333 റൺ ലീഡ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.